ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് പെസറട്ടാണ്. പെസറട്ട് എന്ന് പറയുന്നത് ചെറുപയർ ദോശയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വർക്കിംഗ് പീപ്പിളിലൊക്കെ ആണെങ്കിലും കാലത്തെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാൻ പറ്റും. അതേസമയം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ദോശയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ എത്ര പേർക്ക് കഴിക്കണോ നമ്മുടെ ആവശ്യത്തിനുള്ള ചെറുപയർ വെള്ളത്തിലിടുക. ഒരു 2 ടേബിൾ സ്പൂണോ ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ പച്ചരി രണ്ടും കൂടെ ചേർത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക. രാവിലെ കഴിക്കാനാണെങ്കിൽ രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർന്നാൽ മതിയാകും. അതിനുശേഷം നമ്മളൊരു മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. കുറേശ്ശെയായിട്ട് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോ ഇല്ല 1 ടീസ്പൂണോ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു ഓപ്ഷണലാണ്, കറിവേപ്പില നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇട്ട് കൊടുത്താൽ ഒരു നല്ല ഗുണവുമാണ്, അയൺ കണ്ടൻറ്റ് നമുക്ക് കിട്ടും, ഹെൽത്തിയാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരിക. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു ബാറ്ററില്ലേ, അതേ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് സാധാരണ ദോശ ചുടുന്നത് പോലെ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ, ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നന്നായിട്ട് നിരത്തി കൊടുക്കുക. പിന്നെ എക്സ്ട്രാ എന്താണെന്ന് വെച്ചാൽ ഒരല്പം നല്ലെണ്ണ ഒന്ന് ചുറ്റി ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഈ അരിവുകളൊക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ദോശയ്ക്ക്. തിരിച്ചിട്ട് കൊടുക്കുക. എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെസറട്ട് റെഡിയാണ്. നല്ല ഹെൽത്തിയുമാണ്, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. തേങ്ങാ ചട്നിയും കൂട്ടി കഴിച്ച് നോക്കിയാൽ വളരെ നല്ല ദോശയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഇതേ കണ്ടില്ലേ, തുണി പോലെ ഇരിക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്ക്. നല്ലൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ, നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നാളെ രാവിലെ വേറൊരു ഈസി റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. ഹാവ് എ ഗുഡ് ഡേ, ബൈ.